അങ്ങനെ യുദ്ധം ചെയ്യുവാനുള്ള അമേരിക്കയുടെ ആ ആവേശമൊക്കെ ഹോർമുസിലും ഇറാൻ്റെ മേലുമൊക്കെ ഏറെക്കുറെ കെട്ടടങ്ങി എന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്ക് മടുത്തു എന്നൊക്കെ ചില നിരീക്ഷകരൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിച്ചതായി ട്രംപ് വ്യക്തമാക്കിയതോടെ യുദ്ധം തുടരാനുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥയല്ല അമേരിക്കയിലെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ട്രംപിന് അത് ബോധ്യമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. എന്നാൽ ഹോർമുസിൽ നിലവിലുള്ള അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അതേപടി തുടരുകയും പാകിസ്ഥാനിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരുകയും ചെയ്യുമെന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് മേൽ പാകിസ്ഥാനിൽ ഇപ്പോഴും സജീവമായ ചർച്ചകൾ തുടരുകയാണ് എന്നും ഏതൊക്കെ കാര്യങ്ങളിൽ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ ഇരുപക്ഷത്തിനും കഴിയുമെന്ന് ചർച്ചകൾക്കൊടുവിൽ കാണാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അമേരിക്കയുടെ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. തൽക്കാലം ഇപ്പോൾ വെടിനിർത്തൽ പിരീഡാണ്. ഈ ഒരു പിരീഡിൽ തങ്ങൾ ഈ എല്ലാ ഓപ്പറേഷനുകളും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് സൈനികമായിട്ടുള്ള ഒരു കീഴടങ്ങലാണ് എന്ന് തോന്നാതെ, എന്നാൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഒരു സമയമാണ് എന്ന് ലോകത്തിന് മുൻപ് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കുക, അത് അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്നത് ലോക മേധാവിത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അവർക്കൊരു പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചുകൊണ്ടുള്ള ഒരു പിന്മാറ്റം ഓർക്കാൻ തന്നെ കഴിയില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളുടെ പേരിൽ ഇപ്പുറത്ത് ഉപരോധങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്നത് ഒരു കാരണമാക്കി അമേരിക്ക എടുക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി മാത്രമല്ല, ഇറാൻ ഹോർമുസ് അടച്ചതോടെ അവിടെ കുടുങ്ങിയ 2000-ഓളം ചരക്കു കപ്പലുകളെയും അതിലുള്ള 20,000-ന് മുകളിൽ വരുന്ന ജീവനക്കാരെയും രക്ഷിക്കുവാനായി പ്രഖ്യാപിച്ചിരുന്ന ഓപ്പറേഷൻ ഫ്രീഡം എന്ന ദൗത്യവും നിർത്തിവെച്ചതായിട്ട് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നീക്കത്തിന് പ്രധാനമായി കാണുന്നത് അമേരിക്കയുടെ പ്രകോപനങ്ങൾ കാരണം ഇറാൻ ചർച്ചകൾക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, അമേരിക്കൻ തന്ത്രങ്ങൾ തകർന്നടിയുന്നതാണ്. ഇതേ സമയം അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള റഷ്യയുമായും അതോടൊപ്പം തന്നെ ചൈനയുമായിട്ടുമൊക്കെ ഇറാൻ നിരന്തരമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും എടുത്തു പറയാതെ തരമില്ല. ഇപ്പോൾ അമേരിക്കൻ നേതാക്കൾ ചൈനയുമായി ചർച്ചയ്ക്ക് ഏർപ്പെടാനുള്ള സമയം നിശ്ചയിച്ച ഘട്ടത്തിൽ അമേരിക്കൻ നേതാക്കൾ എത്തുന്നതിന് തൊട്ട് മുൻപായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയെ ചൈനയിലേക്ക് ക്ഷണിച്ച് അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി ഒരു പുതിയ തരത്തിലുള്ളൊരു മെസ്സേജ്, ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു തീരുമാനം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്നു. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും ചൈന എടുത്തൊരു നിലപാട്, അവർ എവിടെയും തൊടാതെയുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ സൈനികമോ ആയിട്ടുള്ള ഒരു തിരിച്ചടി നേരിടാത്ത തരത്തിൽ പോകുന്ന ഒരു ചൈനയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും ചൈനയൊരു പ്രസ്താവനയൊക്കെ ലോകമൊക്കെ പ്രതീക്ഷിക്കും, വാർത്താ മാധ്യമങ്ങളൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ചൈന വളരെ തണുത്ത ഒരു പ്രസ്താവന നടത്തി അങ്ങ് അവസാനിപ്പിക്കാറായിരുന്നു. എന്നാൽ ഇവിടെ ഈ ഒരു ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന പ്രകോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ നടത്തിയൊന്നും മുന്നോട്ട് വന്നൊരു ചൈനയെ നമ്മൾ കാണുന്നില്ല. മറിച്ച് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി സൈലന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈനയെ ലോകം കാണുകയാണ്. ആ ചൈന വളരെ ശക്തമാണ് എന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ഇടപെടാൻ മടിക്കില്ല. അത് ഇറാനിൽ മാത്രമായിരിക്കില്ല, അമേരിക്കയുടെ താല്പര്യങ്ങളുള്ള വേറെ ഒരു സ്ഥലങ്ങളിലായിരിക്കും അത് എന്ന കൃത്യമായ മെസ്സേജ് നൽകുകയാണ്. അവിടെയാണ് ഇറാൻ എന്തുകൊണ്ട് UAE-യെയും അറബ് രാഷ്ട്രങ്ങളെയും ആക്രമിച്ചു എന്നതിൻ്റെ വീര്യം നമുക്ക് മനസ്സിലാകുന്നത്. അമേരിക്കയുടെ താല്പര്യമുള്ള രാജ്യങ്ങളോ സ്ഥലങ്ങളോ കക്ഷികളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കക്ഷികളെ ആക്രമിക്കുന്ന ഒരു നിലപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കക്ഷികൾക്ക് അമേരിക്കയെ തള്ളിപ്പറയേണ്ട ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ഒരു രാഷ്ട്രീയ നീക്കം, ഒരു ജിയോ പൊളിറ്റിക്കലി അത്തരത്തിലുള്ളൊരു തന്ത്രപരമായിട്ടുള്ളൊരു യുദ്ധമുന, പോർമുന
ഇറാൻ തുറന്നു വെച്ചതോടുകൂടി ഇത് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന കേവലം ഇറാന്റെ അടികൾ നേരിട്ട രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള ഒരു മെസ്സേജ് അല്ല, അത് അമേരിക്കയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രങ്ങൾക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് അത് വളരെ തന്ത്രപരമായി ചൈന മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ താല്പര്യം നിലനിൽക്കുന്ന തായ്വാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് ചൈന പരീക്ഷിച്ചേക്കും എന്നുള്ള ഒരു സൂചനയും ഇവിടെ അമേരിക്കക്ക് കൃത്യമായിട്ട് ലഭ്യമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായ തിരിച്ചടികൾ ഇറാനിൽ നിന്നും ലഭിച്ചത് കൊണ്ടാണ് ഒരു പിന്മാറ്റം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പറേഷൻ ഫ്രീഡത്തിന് പിന്നാലെ UAE ഇറാൻ ആക്രമിച്ചത് മേഖലയിൽ തങ്ങൾ യുദ്ധസന്നദ്ധരാണ് ഏത് സമയത്തും എന്ന മുന്നറിയിപ്പ് അമേരിക്കക്ക് വീണ്ടും നൽകുന്നതായിരുന്നു. ഇതും അമേരിക്കയുടെ ഒരു പിന്മാറ്റത്തിന് കാരണമായി. അതോടൊപ്പം തന്നെയാണ് ഈ ചൈന ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഈ മേഖലയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷണത്തെ അമേരിക്ക വളരെ തീക്ഷ്ണമായിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പൂർണ്ണമായ പിന്മാറ്റത്തെക്കാൾ തന്ത്രപരമായ വിരാമമായിട്ടാണ് ഈ അമേരിക്ക ഇതിനെ കണക്കാക്കുന്നത്. അമേരിക്കൻ പിന്മാറ്റത്തിന് പിന്നിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിൽ മറ്റൊരു തലം പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് മിസൈൽ ശേഖരത്തിലെ കടുത്ത ക്ഷാമമാണ്. നേരത്തെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. CSIS റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ മിസൈൽ ശേഖരണത്തിൽ വൻതോതിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. താഡ് മിസൈലുകളുടെ 50%, ക്രൂയിസ് മിസൈലുകളുടെ വലിയൊരു ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞു. ആയുധപ്പുര കാലിയാക്കി ഒരു വലിയ യുദ്ധം തുടരുന്നത് അമേരിക്കയുടെ സ്വയം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന തിരിച്ചറിവ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈനയുടെ തന്ത്രപരമായ മൗനവും ചിരിയും ചൈനയുടെ ഭീഷണിയും. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്നത് പസഫിക് മേഖലയിൽ ചൈനക്ക് മേധാവിത്വം നൽകും എന്ന ഒരു തിരിച്ചറിവുണ്ടാക്കുന്നു. അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്ന സാഹചര്യത്തിൽ ചൈന താഴ്വാൻ ആക്രമിക്കാനും പിടിച്ചെടുക്കാനും നീക്കം നടത്തിയാൽ അത് തടയാൻ അമേരിക്കക്ക് ഇവിടെ കഴിയാതെ പോകും. ഈ രണ്ട് മുന്നണി യുദ്ധം, ടു ഫ്രണ്ട് ഓഫ് വാർ ഒഴിവാക്കാൻ പെന്റഗൺ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. മറ്റൊന്ന് റഷ്യയാണ്. റഷ്യ ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ റഷ്യയും അമേരിക്കയും സമാസമമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ അമേരിക്ക ഇറാനിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് റഷ്യയും വിലയിരുത്തുന്നു. റഷ്യ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളായി കെട്ടിക്കിടന്ന റഷ്യയുടെ എണ്ണ അമേരിക്കയുടെ തന്നെ നിർദ്ദേശത്തെ തുടർന്ന് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു. ആ തരത്തിൽ റഷ്യക്കും വലിയ മാറ്റങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്നു. നഷ്ടങ്ങൾ എപ്പോഴും അമേരിക്കയിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് എണ്ണവിലയും ആഗോള സമ്പദ് വ്യവസ്ഥയും. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം കാരണം ആഗോള എണ്ണവില കുതിച്ചുയരുകയും ഒക്കെ ചെയ്തത് ഇത് അമേരിക്കൻ വിപണിയിലും കടുത്ത വിലക്കയറ്റത്തിന് തന്നെ കാരണമായി. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധവും സാമ്പത്തിക തകർച്ചയും ഭയന്ന് ട്രംപ് താൽക്കാലികമായി ഇതിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മറ്റൊന്ന് ഇറാന്റെ കടുത്ത പ്രതിരോധം അമേരിക്ക പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായിരുന്നു എന്നതാണ്. ഇറാന്റെ തിരിച്ചടി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണങ്ങൾ, UAE എണ്ണ കേന്ദ്രങ്ങൾ തകർത്തത്, യുദ്ധം തുടരുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായി പിന്മാറി എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നിലവിലെ സാഹചര്യം സൈനിക നടപടിയേക്കാൾ ഉപരി നയതന്ത്ര ചർച്ചകളിലൂടെ ഇസ്ലാമാബാദിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ചർച്ചകൾ നടന്നു. ഇപ്പോഴും അതിന്റെ നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിഹാരം കാണാൻ, ഇത്തരത്തിലുള്ള രീതികളിലൂടെ പരിഹാരം കാണാൻ അമേരിക്ക ഇപ്പോൾ കൂടുതലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സൈനിക നീക്കം നിർത്തിവെച്ചെങ്കിലും ഇറാന് മേലുള്ള സാമ്പത്തികവും നാവികവുമായ ഉപരോധം അമേരിക്ക ഇപ്പോഴും തുടരുകയാണ്. ഇത് ഇറാനെ സാമ്പത്തികമായി തളർത്താനുള്ള ഒരു തന്ത്രമാണ്. തീർന്നുപോയ ആയുധങ്ങൾ ശേഖരിക്കാനും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും അമേരിക്കക്ക് ഒരു വലിയ സമയം ആവശ്യമാണ്. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ള കാരണങ്ങൾ. ചർച്ചകൾക്കൊടുവിൽ ഒന്നുകിൽ ഇറാന് മേലുള്ള ഉപരോധം നീക്കുക എന്ന ഒരു തീരുമാനമാകും മുന്നോട്ട് വരിക. അതാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഉപരോധം കടുപ്പിക്കുന്ന
ഏർപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള സംവിധാനം അമേരിക്കയും ഏർപ്പെടുത്തും. അത് കൂടുതൽ ശക്തമായിരിക്കും. പക്ഷെ അത് അമേരിക്ക എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇറാൻ യുദ്ധം വലിച്ചു നീട്ടാൻ താല്പര്യപ്പെടുമ്പോൾ ഇപ്പോൾ അമേരിക്കയും ഇറാൻ ചിന്തിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഒരു ഇടവേള അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം ഉപരോധം മൂലം ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാം എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുധങ്ങൾക്ക് വീണ്ടും മൂർച്ച കൂട്ടാം, അതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കാം. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ മുൻപിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നീട്ടിക്കൊണ്ടു പോകുന്നിടത്തോളം കാലം ഈ ഹോർമസ് ഇങ്ങനെ ഇറാൻ അടച്ചു വെച്ചാൽ അത് ലോക എണ്ണ വ്യവസായത്തിലും എണ്ണ വിതരണത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ചരക്ക് നീക്കങ്ങളെയൊക്കെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും എന്നതുകൊണ്ട് അമേരിക്ക അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിച്ച് പുറത്ത് കടക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അമേരിക്കക്ക് അത് വീണ്ടും ഒരു തിരിച്ചടിയാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ബദൽ വഴികളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കടൽ മാത്രമല്ലാത്ത രീതിയിലേക്ക് കാര്യം. എന്നാൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ഏകമാർഗം ഈ കടലാണ്. അവർ പല പദ്ധതികളും ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കാലങ്ങളും സമയങ്ങളും എടുക്കും. ആ സമയം അവരുടെ സാമ്പത്തികമായ വളർച്ചയെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതിനിടയിൽ ഇറാൻ ഒരു ആക്രമണം കൂടി ഈ രാജ്യങ്ങൾക്ക് മേൽ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അറബ് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക നട്ടെല്ല് മാത്രമല്ല ഭാവി കൂടി ഇരുളടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് ഇറാന്റെ വലിയ തന്ത്രങ്ങളിൽ ഒന്ന്. ഇവയൊക്കെ ഭയന്നുകൊണ്ടോ ഇവയൊക്കെ സംഭവിക്കരുത് എന്ന് കരുതിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം അമേരിക്ക ഇപ്പോൾ ഒരു വലിയ ഇടവേള ആവശ്യപ്പെടുന്നു. യുദ്ധം അവസാനിച്ചു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. പതിവിൽ നിന്ന് വിപരീതമായി പ്രകോപിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അല്പം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലും ശരീരഭാഷയിലുമൊക്കെ ഒരു ബഹുമാനമൊക്കെ കൈവരുന്നു എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു മിതത്വത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ അന്തസ്സിന് യോജിച്ച ഒരു വാക്കുകളല്ല, ഒരു പ്രസിഡന്റിന്റെ അന്തസ്സിന് യോജിച്ച വാക്കുകളും കോഷ്ടികളുമല്ല പ്രസിഡന്റ് ട്രംപിൻ്റെത് എന്ന കണക്കുകൂട്ടലുകൾ വിലയിരുത്തലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ വിമർശനം വന്നുകൊണ്ടിരിക്കുന്നു. ജനസ്വീകാര്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അമേരിക്ക ഒന്ന് ഒതുങ്ങുന്നുണ്ടോ എന്ന് ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.